ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തേട്ടോ നമുക്ക് ഇന്നൊരു വ്ലോഗും കൂടെ എടുക്കാമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ കൊല്ലം വരെ ഒന്ന് പോവുകയാണ്. അപ്പം ഞാനുണ്ട്, അണ്ണനുണ്ട്, റിച്ചു ഉണ്ട്. റിച്ചു ഇന്ന് സ്കൂളിൽ പോയില്ല. അത്ത, അമ്മ, അണ്ണൻ്റെ അത്തായും അമ്മയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൊല്ലം വരെ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് വന്നപ്പോൾ അവർക്ക് ഭയങ്കര വിശപ്പ്. അങ്ങനെ ഇവിടുന്ന് കപ്പ പുഴുകിയതും മുളക് ഉടച്ചതും ചോറും മീനും മീൻ കറിയും എല്ലാം കൂട്ടി കഴിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് ദേ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അണ്ണൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊല്ലം അടുക്കാറായിട്ടുണ്ട്. അപ്പം ആദ്യമേ നമ്മൾ വാടി കടപ്പുറത്തേക്കാണ് പോകുന്നത്. നമ്മൾ മെയിൻ ഉദ്ദേശം മീൻ വാങ്ങുക എന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് മീനൊക്കെ ഒന്ന് നോക്കാം, കിട്ടുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നല്ല മീൻ കിട്ടിയാൽ നമുക്ക് വാങ്ങാം, ഇല്ലെങ്കിൽ തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ നേരെ കൊല്ലം ബീച്ചിൻ്റെ അടുത്തെത്തി. ബീച്ചിൽ തിരിച്ച് വരുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അണ്ണനൊക്കെ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ നേരെ വാടി കടപ്പുറത്തേക്ക് പോകണം. ഇവിടുന്ന് അടുത്തൊരു 3-4 കിലോമീറ്ററേ ഉള്ളൂ വാടി കടപ്പുറം. അപ്പോൾ അവിടേക്ക് പോയി മീനൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. ഇതാണ് വാടി കിടപ്പുറം. കുറച്ച് വെള്ളങ്ങളൊക്കെ കിടപ്പുണ്ട്, അറിയില്ല ഇനി മീനൊക്കെ വന്നിട്ടുണ്ടോ എന്ന്. നമ്മൾ പോകുന്ന വഴി തന്നെ കാണാൻ പറ്റും റോഡിൻ്റെ സൈഡുകളിൽ ഇരുന്ന ആൾക്കാരിങ്ങനെ മീൻ കച്ചവടം നടത്തുന്നത്. ഫ്രഷ് മീനാന്ന് തോന്നുന്നു, അറിയില്ല. നമ്മളിവിടെ നിർത്തിയില്ല. നമുക്ക് ആദ്യമേ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അവിടെ മീൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പം ഈ കച്ചവടം നടത്തുന്നവരുടെയൊക്കെ നല്ല മീനായിരുന്നെങ്കിൽ നമുക്ക് അത് വാങ്ങിക്കാം. അങ്ങനെ നമുക്ക് അവിടേക്ക് പോകാം. കടപ്പുറത്തെത്തി മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ സമയം കഴിച്ചു പോയി. ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല. അവിടെ മത്തിയും പിന്നെന്താ കണവ തോന്നുന്നു അവിടെ കിടന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളൂ. 3 മണി വരെ ഉള്ളായിരുന്നു മീനിൻ്റെ ലേലം. ഞങ്ങളെ ബീച്ചിൽ വന്ന് ഇനി എനിക്ക് ഇഷ്ടംപോലെ സാധനങ്ങളായി. ഐസ്ക്രീം, മാല, മോതിരം, അങ്ങനെ അപ്പുറത്ത് പോ. അവധി ദിവസം അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ബീച്ചിലൊന്നും അധികം ആളൊന്നും ഇല്ല. ഞങ്ങൾ ഇടദിവസമല്ലേ വന്നത്. ബീച്ചിലൊക്കെ ഞായറും ശനിയൊക്കെ ആയിരിക്കും ഭയങ്കര തിരക്ക്. പോയപ്പോഴേ റിച്ചു ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കടലക്കകത്ത് നമുക്ക് മിക്സ് ചെയ്ത് തരും. അതൊരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം വാങ്ങിച്ചു, എന്നിട്ട് ബ്ലൂബെറി ഉണ്ടായി ഞാൻ കഴിച്ചു. പിന്നെ മാംഗോ, പിന്നെ എന്തോ മാംഗോ, പിന്നെ സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്, വാനില, പിസ്ത. സൂര്യ അസ്തമിക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ്? നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മൾ കന്യാകുമാരിയിൽ ഒരു തവണ പോയപ്പോഴും ഇതേപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അസ്തമിച്ച് വരുന്നതേ ഉള്ളൂ. കുഞ്ഞമ്മയുടെ മടിയിരുന്ന് മണ്ണിലിങ്ങനെ കളിക്കും. ഒരു ഭയങ്കര സന്തോഷം. കാലാണെങ്കിൽ മണ്ണിനകത്തോട്ട് വെച്ചപ്പോഴത്തേക്ക് കണ്ടോ ഇങ്ങനെ കാല് കാണിക്കുന്നുണ്ടോ, ഭയങ്കര സന്തോഷമാണ്. ഒരു മണ്ണ് വാരിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ റിച്ചു ആണെങ്കിൽ വന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് പിടിച്ച്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി KFCയിലോട്ട് വന്നു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കൈയൊക്കെ കഴുകി വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിതാ ലൈറ്റ് വെട്ടൊക്കെ കണ്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുക. ഇവിടുന്ന് ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. വലിയ ഒരു ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കുഞ്ഞു ട്രിപ്പായിരുന്നു. മീൻ വാങ്ങാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയതുമില്ല. സാരമില്ല, നമ്മുടെ അവിടെയും കിട്ടും. എന്നാലും നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ എന്ന് കരുതി വന്നതാണ്.
അപ്പോൾ ഇതാ ഫുഡൊക്കെ കൊണ്ടുവന്നു. റിച്ച് തൊട്ട് റാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, റൈസും ഒരു ചിക്കനും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ.